ഇതുവരെ കുഴപ്പമില്ല. അതായത് ഇതിന്റെ ഒരു സ്റ്റോറി ലൈനിലും കാര്യങ്ങളിലോട്ടൊക്കെ സബ്ജക്ട് എന്താന്നുള്ള എത്തിയിട്ടേ ഉള്ളൂ. എത്തിയിട്ടേ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടാലേ നമുക്ക് പടം എന്താണെന്നുള്ളൂ. ഇപ്പൊ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്തൊരു ഫീലാണ്. ഇറ്റ്സ് ആൻ ഓക്കെ, അങ്ങനെ ഒരു ഫീലാണ്. ഡയറക്ഷൻ ഒന്നും കുഴപ്പമില്ല. CG വർക്കും കുഴപ്പമില്ല. പിന്നെ സൂര്യയുടെ ഒരു ഡിഫറന്റ് ലുക്ക്, രണ്ടു ലുക്കിൽ പുള്ളി വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് എത്രത്തോളം ലെവലിലോട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം സ്റ്റോറി ലൈൻ എന്താന്നുള്ളതൊക്കെ അതെ മേക്കിങ്ങിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്താണ് പറയുക, സബ്ജക്ട് എന്താന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം സ്പോയിലർ ആയിപ്പോ, ഫസ്റ്റ് ഷോ അല്ലേ. അപ്പം എന്താന്നുള്ള സബ്ജക്ട് മാറ്ററിലോട്ട് അവർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇതുവരെ എന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് ഒരു അറ്റംപ്റ്റ് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പൊ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് നമുക്ക് എത്രത്തോളം ഇത് ലെവലിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. ഇതുവരെ കുഴപ്പമില്ല. ഒന്നും പറയാതിരിക്കണമെന്നല്ല ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം. തിരിച്ചുവരവെന്ന് പറയാം. സൂര്യയുടെ തിരിച്ചുവരാണ്. ഡയറക്ഷൻ അങ്ങനെ ശിവൻ പറയാനുള്ള പറഞ്ഞ കൂടി കൊള്ളത്തില്ല ബ്രോ, ഒട്ടും ഷാർക്കായാലും ഡയറക്ഷൻ ഒക്കെ കണ്ടോണ്ടിരിക്കാൻ ശിവയുടെ പടമെന്നേ തോന്നില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, അല്ല കൊള്ളാം, നല്ല വർക്ക്. ശിവയുടെ ബെസ്റ്റ് വർക്ക്, നല്ല രീതി. ചുമ്മാ ആപ്പായിട്ട് കൊള്ളാം. പിന്നെ ഒരു തമിഴ് പടമൊന്നും ഫീൽ ചെയ്യൂല. അല്ല ഹൈപ്പല്ല ബ്രോ, നല്ല വർക്ക്, ക്വാളിറ്റി ഉണ്ട്. കണ്ടോണ്ടിരിക്കാൻ നല്ല തിയേറ്റർ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല വർക്ക്. ഇന്റർവ്യൂ വരെ കൊള്ളാം, സൂപ്പറാണ്. 2 വർഷത്തിന് ശേഷം ഒരു പടം വന്നത് വൈബ്. തിരിച്ചുവരവ് തന്നെയാണ്. എങ്ങനെയുണ്ട് 100 കോടി.